ദുരന്ത ഭൂമികയെ എന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ദുരന്ത ഭൂമികയിലേക്ക്, ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ആദ്യമായി സേവനത്തിനിറങ്ങിയ ഒരു സന്നദ്ധ സംഘമാണ് SKSSFന്റെ വിഖായ പ്രവർത്തകന്മാർ, അഥവാ സമസ്തയുടെ നീലപ്പട്ടാളം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ആമീനെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആശയോടെ, ആഗ്രഹത്തോടെ പറയുകയാണ്. ആ പ്രവർത്തകന്മാർക്ക് ഇന്ന് ആദരവ് നൽകുകയാണ് ആര്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മോനെ, നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. വിഖായുടെ പ്രവർത്തകന്മാർ ഏറ്റവും വലിയ ഭാഗ്യം. മിനിയാൻ വിഖായുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, ഞാനും പോരട്ടെ. എന്തിനെന്നറിയോ? എന്തിന്? നിങ്ങള് ഒഴിവുണ്ടാകുമ്പോ എന്നെ ഒന്ന് വിളിക്കണം, ആ കോട്ടിട്ട് സേവനം നടത്താൻ. മനസ്സിലാഗ്രഹിച്ചു പോയി. കാരണം വിഖായുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആളുകൾ എന്തൊരു നിഷ്കളങ്കന്മാരാണെന്നറിയോ, എന്തൊരു നല്ല മനുഷ്യന്മാരാണെന്നറിയോ. അവരിൽപ്പെട്ട ചില ആളുകൾ മിനിയാദിന്റെ പള്ളിയിൽ വെച്ച് എനിക്ക് കാണാനിടയായപ്പോൾ ഞാൻ മനസ്സിലാക്കി, ആത്മാർത്ഥതയോടുകൂടെ ദീനിന് ഖിദ്മത്തെടുക്കുന്ന, അങ്ങനെ തന്നെ പറയാ, അത്തരം ആളുകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാര് എന്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണെന്നൊരു വിഖായക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവര്. നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരാ. നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അറിയുമോ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങളെ പഠിച്ചവന് മദീനത്തെ പള്ളിയിലോ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് ഇബാദത്തെടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മുന്നിട്ട് പറഞ്ഞു, യാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? പഠിച്ചവനെ, ഈ ചെറുപ്പക്കാരനങ്ങ് പറയുമ്പോൾ, ഇയാളങ്ങ് പറയുമ്പോ ഇബ്നു അബ്ബാസ് നിങ്ങൾ പഠിച്ചവനെ ഖുർആനങ്ങ് അടച്ചിട്ട് ഇയാൾക്ക് സഹായിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ സാധുവായ മനുഷ്യൻ പറയാണ്, മഹാനുഭാവനേ, നിങ്ങളെ ഇബാദത്ത് മുടക്കിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, അത് പ്രയാസമല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ മുത്തുനബിന്റെ ഹുജറത്തു ശരീഫിലേക്ക് കാണിച്ചിട്ട് പറയുകയാണ്, അറിയുമോ, കിടക്കുന്ന നേതാവുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ്, മുത്തുനബി പറഞ്ഞത് ഞാൻ കേട്ടതാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഒരാൾ 10 കൊല്ലം ഈത്തികാഫിരുന്ന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തു പോവുകയാ. കാരണം എന്തെന്നറിയോ? നിങ്ങളെ എത്ര ആളുകളെയാ സഹായിച്ചത്, എത്ര ആളുകൾക്കാ നിങ്ങൾ സമാധാനം നൽകിയത്. പഠിച്ചവൻ ആശുപത്രിയിൽ പോയി നോക്കിയാൽ വിഖായ സമസ്തയുടെ മഹാസമ്മേളനങ്ങളിൽ പോയി നോക്കിയാൽ വിഖായ പണ്ഡിതന്മാരെ പഠിച്ച റബ്ബേ കൈപിടിച്ചുകൊണ്ട് റബ്ബേ അവർക്ക് വേണ്ടി ഖിദ്മത്തെടുക്കുന്നതും വിഖായ. സമസ്തയുടെ ഏതെല്ലാ കാര്യങ്ങളിലുണ്ടോ, സമസ്തയുടെ ഏതെല്ലാ മഹാരഥന്മാർ ഇവിടെ പറഞ്ഞാൽ വഫാത്തായാൽ അവിടെയും വിഖായ, ദുരന്ത ഭൂമിയിലും വിഖായ. നിങ്ങളെ നാട്ടിലെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവിടെയും ഓടിയെത്തും വിഖായ. അതുകൊണ്ട് തന്നെയാണ് അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങളെ ഇന്ന് വിളിക്കുകയാ നമ്മുടെ നാടകന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ. അതെ, നിങ്ങൾ സമസ്തയുടെ നീലപ്പട്ടാളമാണ്, നിങ്ങൾ സയ്യിദുൽ ഉലമയുടെ പട്ടാളമാണ്, നിങ്ങൾ മഹാനായ ശൈഖുൽ ജാമിയുടെ പട്ടാളമാണ്. പടച്ചവരെ തങ്ങൾ ഉസ്താദിനെ പോലെയുള്ള മഹാനുതന്മാർ നിങ്ങളെ കോഴിക്കോട്ടേക്ക് വിളിക്കുമ്പോ അഭിമാനത്തോടെ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ അവരെ കരങ്ങളുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാ, ഇവരെ നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്യുമ്പോ പടച്ചവനെ, വിഖായുടെ പ്രവർത്തകന്മാരെ, നിങ്ങളെ മാതാപിതാക്കൾ എന്തൊരു ഭാഗ്യവാന്മാരാ, നിങ്ങളെ ഭാര്യമാരെന്തൊരു ഭാഗ്യവാന്മാരാ, നിങ്ങളെ സഹോദരിമാരെന്തൊരു ഭാഗ്യവാന്മാരാ. കാരണം എന്തെന്നറിയോ?
നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരെയും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകന്മാർ എനിക്കറിയാം, പ്രവർത്തകന്മാരുടെ മാതാപിതാക്കളെ മരിച്ചുപോയവര് പടച്ചവനെ ഈടെയായിട്ട് എന്റെ മകനിലുള്ള മലപ്പുറം വീട്ടു ജില്ലയുടെ മുൻവിക്കായുടെ കൺവീനറോ ഇപ്പൊ മോഹം മേഖലയുടെ ട്രഷററുമായ അബ്ദുൽ ഗഫൂറും നമ്മ സഫിയം അടക്കം പടച്ചെറുപ്പേ മൺമറഞ്ഞു പോയല്ലോ. അങ്ങനെ എത്തല്ലാഹു അമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേയല്ലോ, അമ്മാടെ ഖബർ ജീവിതം നീ നന്നാക്കണേയല്ലോ. അങ്ങനെ എത്രയെത്ര ആളുകളുടെ പ്രവർത്തകന്മാരുടെ മാതാപിതാക്കളെ എത്രയോ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നായകന്മാർ പടച്ചവരെ നിങ്ങളെ സാക്ഷിയാക്കി ദുആ ചെയ്യുമ്പോ, മഹാനുതന്മാരായ മുശാവറ മെമ്പർമാരെ സാക്ഷിയാക്കി ദുആ ചെയ്യുമ്പോ അത് വല്ലാത്ത സന്തോഷമല്ലേ? ഇതിലും വലിയ ആദരവ് വേറെയുണ്ടോ?